ദൈവം നിങ്ങളോട് നോക്കി ഉറപ്പിച്ച് പറയുന്ന ഒരു ദൂതാണ്, നിങ്ങൾ ആ കൂട്ടത്തിലല്ല, നിങ്ങൾ ഈ കൂട്ടത്തിലാണ്. ആമേൻ, ആമേൻ. ചിലതല്ല എന്ന് കർത്താവ് പറയുന്നു, ചിലതാണെന്ന് കർത്താവ് പറയുന്നു. ഏറ്റെടുക്കാൻ പറ്റുന്നെങ്കിൽ രാമയും പറഞ്ഞാട്ടെ, ചിലതല്ല നീ, ചിലതല്ല നീ, ചിലതല്ല നീ. സ്തോത്രം പറഞ്ഞില്ല, ചിലതല്ല നീ. നീ ഭയപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്, ആ കൂട്ടത്തിലല്ല നീ. സ്തോത്രം. നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില വിഷയങ്ങളുണ്ട്, ആ വിഷയത്തിലല്ല നീ. നീ മറ്റൊരു കൂട്ടത്തിലാണ്. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചോണം. ഈ ദൂതുകൾ നിങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കാം. കാരണം ഇത് നിങ്ങളോട് പറയാൻ ദൈവം തന്നൊരു ദൂതാണ്. ആമേൻ. അല്ല, ആണ്. ചില കൂട്ടത്തിലല്ല, പക്ഷെ ചില കൂട്ടത്തിലാണ് നിങ്ങൾ. നശിച്ച ഒത്തിരി കൂട്ടങ്ങളുണ്ട്, ആ കൂട്ടത്തിലല്ല നീ. തകർന്ന ഒത്തിരി കൂട്ടങ്ങളുണ്ട്, ആ കൂട്ടത്തിലല്ല നീ. മുടിഞ്ഞ ഒത്തിരി കൂട്ടമുണ്ട്, ആ കൂട്ടത്തിലല്ല നീ. ആമേൻ, സ്തോത്രം. വഴിയിൽ നാമൻ തകർന്നു പോയ ഒത്തിരി കൂട്ടമുണ്ട്, ആ കൂട്ടത്തിലല്ല നീ. പിന്മാറിപ്പോയ ഒത്തിരി കൂട്ടമുണ്ട്, ആ കൂട്ടത്തിലല്ല നീ. ദൈവം നിന്നെ അതിലൊന്നും പെടുത്തിയിട്ടില്ല. പ്രൈസ് ഗോഡ്. അതിൽ ഒന്നും നിന്നെ ദൈവം പെടുത്തിയിട്ടില്ല. നിന്നെ മാറ്റി നിർത്തിയിരിക്കുകയാ, നിന്നെ മാറ്റി നിർത്തിയിരിക്കുക. ദൈവം നിന്നെ നീക്കി നിർത്തിയിരിക്കുക. ആർക്കുമില്ലാത്ത ചില സംരക്ഷണവും, ആർക്കുമില്ലാത്ത ഒരു കവറിങ്ങും, ആർക്കുമില്ലാത്ത ചില പ്രോമിസും, ആർക്കുമില്ലാത്ത ചില ദൂതന്മാരും, ആർക്കുമില്ലാത്ത ചില വഴികളും, ആർക്കുമില്ലാത്ത ചില ഫേവറുകളും, ആർക്കുമില്ലാത്ത ചില കാവലുകളും ദൈവം നിനക്ക് വെച്ചിരിക്കുന്നു. ധൈര്യത്തോടെ കരമാടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ദൈവം പറയുന്ന വചനം ഞാൻ അതുപോലെ പറയാണ്, നിങ്ങൾ വിശ്വസിച്ചോണം. ഹല്ലേലൂയ. ഈ പ്രവചനമൊക്കെ ഞങ്ങൾ പറയും, സത്യമായിട്ടും പറയാം, ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. ഹലോ, പിണങ്ങി. അപ്പം ഞങ്ങളങ്ങ് തുറന്ന് പറയുകയാണ്, നിങ്ങൾ ഏറ്റെടുത്തോണം. അതുകൊണ്ട് ഞങ്ങൾ പ്രവചിക്കുകയാണെങ്കിൽ കണ്ണു അടച്ചത് മൊത്തം ഒന്നും എടുത്തേക്കരുത്. സത്യമായിട്ടും പറയാം, ചിലതൊന്നും നടക്കത്തില്ല. ഞാൻ സത്യം പറഞ്ഞിട്ട് സങ്കടം വന്നിട്ടുണ്ടോ? ഇല്ല. സത്യത്തോട് മാത്രം സങ്കടപ്പെടല്ല. ഇപ്പം ഞങ്ങൾ പ്രവചനമൊക്കെ പ്രവചിച്ചാൽ ചിലതൊക്കെ ഫ്ലോപ്പാകും. കാരണം പ്രവചനം എന്ന് പറയുന്നത് ഞങ്ങൾ ദൈവാത്മ പ്രേരിതമായി, ദൈവാത്മ നിയോഗത്തോടെ ഞങ്ങൾ സംസാരിക്കുന്നതാണ്. അതാണ് പ്രവചനം. അതുകൊണ്ട് ചിലപ്പോഴതൊക്കെ തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പ്രവചനത്തെ എന്ത് ചെയ്യരുത്? തുച്ഛീകരിക്കരുത്. എന്നിട്ട് പറയാണ്, അതിനെ ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം. എന്തിനാ രണ്ട് വാക്ക് അവിടെ വന്നേ? ഒന്ന് ശോധന ചെയ്യണം. ശോധന ചെയ്യേണ്ട, വിധിയല്ല കേട്ടോ, വിധിയല്ല, ശോധന ചെയ്ത്. അടുത്ത വാക്ക് എന്താ? അപ്പം എന്താ അതിനകത്ത് ചീത്തയില്ലേ? അങ്ങനെ വചനം കണ്ടേ. നല്ലത് മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്? ഞങ്ങൾ ആവേശത്തിൽ പറഞ്ഞതും, ഞങ്ങളങ്ങ് കയ്യിൽ നിന്നിട്ട് പറഞ്ഞതും, ഞങ്ങളൊരു ഗുമ്മിന് വേണ്ടി പറഞ്ഞതൊക്കെ ഇടയ്ക്ക് കാണും. ആമേൻ. അതൊന്നും നിങ്ങൾ വാരി പൊതിഞ്ഞ് പിടിക്കല്ലേ. നിങ്ങളൊന്ന് സത്യമായിട്ട് പറയുന്നതിനൊക്കെ ഒരു സ്തോത്രം ചെയ്തോണം. ആമേൻ, ആമേൻ. അതൊക്കെ മുറുകെ പിടിച്ചാൽ അത് നടക്കത്തില്ല. സ്തോത്രം. അതിൻ്റെ അർത്ഥം ഞങ്ങളോടൊരു ദൂത് പറയാം, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ഒരൊറ്റ ദൂതായിരിക്കും തരുന്നത്. പക്ഷെ ഞങ്ങളെപ്പോൾ മോനെ നോക്കി പറയാം, ദൈവം നിന്നെ അനുഗ്രഹിക്കുക പറഞ്ഞാൽ മോനും ഒരു സുഖമില്ല, പറയുന്ന എനിക്കും ഒരു സുഖമില്ല, കേൾക്കുന്ന നിങ്ങൾക്കും ഒരു സുഖമില്ല. അപ്പം അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമുക്കൊരു സുഖം വരുത്തുക എന്നുള്ളത് ഒരു വിഷയമാണ്. മോനെ ദൈവം അനുഗ്രഹിക്കും, അത് പറയുന്ന എനിക്ക് സുഖമില്ല, കേൾക്കുന്ന മോന് സുഖമില്ല, ഓഡിയൻസിനും സുഖമില്ല. അപ്പം ഞാൻ എന്ത് പറയും? ദൈവം നിന്നെ അബ്രഹാമിനെ അനുഗ്രഹിച്ച പോലെ ഇങ്ങനെ വട്ടം കറങ്ങി വലിയൊരു പൊതി അങ്ങ് കയ്യിലോട്ട് തരും. ആമേൻ.
അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പൊതി മാത്രം പിടിക്കും, അതിനകത്തെ കാതലായ വിഷയം പിടിക്കത്തുമില്ല. ആ പൊതി നടക്കത്തില്ല, അതിനകത്തെ കാതലായ വിഷയം നടക്കത്തുള്ളൂ. അരമണിക്കൂർ പ്രവചിക്കുന്നതിനകത്ത് ചിലപ്പോൾ 1 മിനിറ്റേ ഉള്ളായിരിക്കും ദൈവശബ്ദം. ആമേൻ പറയുന്നില്ല ആരും. ഹല്ലേലൂയ. ഞങ്ങൾക്കത് പറഞ്ഞ് പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് വലിയ കൃപയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി പൊതിഞ്ഞേ കൊണ്ട് തരത്തുള്ളൂ. ചിലർ ഈ പൊതി മാത്രം മുറുകെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. അതിനകത്തുള്ള കാതലായിരിക്കുന്ന ആ ആമേൻ വൈഡൂര്യം കയറി പിടിക്കത്തില്ല. ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യത്തിലേക്കാണ്. അതുകൊണ്ട് പ്രവചനം മുഴുവൻ അങ്ങ് ക്ലിയർ ആണെന്ന് ഒരു വിധത്തിലും ഞങ്ങൾ പറയത്തില്ല. പക്ഷേ ഫുള്ള് ശരിയായൊരു സാധനം ഉണ്ടാകേണ്ട ഇതാണ്. കൈകളെ ഒന്ന് അടിക്കാൻ പറ്റുമെങ്കിൽ കൈ അടിച്ച്. ഈ ദൂതെല്ലാം പല വിധത്തിൽ പോവുകയാണ്. പക്ഷെ നിങ്ങളൊന്ന് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചോണം. ആമേൻ. പലപ്പോഴും ദൈവദാസന്മാർ ഈ വചനത്തെ ദൂതായിട്ട് ഏറ്റെടുക്കും. അത് കണ്ണു അടച്ചങ്ങ് നടക്കും. ആമേൻ. എല്ലാവരും രാമേൻ പറയാൻ പറ്റുമോ? വചനത്തെ കണ്ണും അടച്ചങ്ങ് എടുക്കും, അത് അങ്ങ് നടക്കും. പറഞ്ഞാട്ടെ, വചനത്തെ കണ്ണും അടച്ചെടുക്കാം. മിണ്ടുന്നില്ല. പറഞ്ഞോ. വചനത്തെ കണ്ണും അടച്ചെടുക്കാം, അത് അതുപോലെ നടക്കും. എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. അതുപോലെ നടക്കും. സ്തോത്രം ചെയ്തു. അതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. അതുപോലെ തന്നെ നടക്കും. കൈകളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ. ഒരു ദൈവവചനം ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. നിങ്ങൾ ആ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന്. സ്തോത്രം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം അതിൻ്റെ 47-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷ ആകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടില്ല? ആമേൻ. പൗലോസ് ആമേൻ ഒരു സ്ഥലത്ത് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഒരു സ്ഥലത്ത് ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത് യഹൂദന്മാരുടെ നടുവിലാണ്. യഹൂദന്മാരുടെ നടുവിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പം യഹൂദന്മാരിത് ഏറ്റെടുക്കുന്നില്ല. യഹൂദന്മാരിത് ഏറ്റെടുക്കാതെ പൗലോസിന് വിരോധമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ആമേൻ, നിങ്ങളോട് ഞാൻ ഇത്രയും നാൾ വചനം പറഞ്ഞുകൊണ്ടിരുന്നു, ഇനി എന്നെ അതിന് കിട്ടത്തില്ല. സ്തോത്രം. ഞാൻ മറ്റൊരു ട്രാക്കിലേക്ക് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന്. അടുത്ത വാക്കുന്നത് ശ്രദ്ധിച്ചോണം. കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏറ്റെടുത്തില്ല? കർത്താവ് പറഞ്ഞില്ല, കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. ദൂത എവിടെ കിടക്കുന്നതാ? 2000 വർഷങ്ങൾക്ക് പുറകിൽ യെശയ്യാവ് പ്രവചിച്ചൊരു പ്രവചനം ഇങ്ങനെ കിടക്കുകയാണ്. ഇവൻ അത് വായിച്ചിട്ട് പറയാണ്, അത് യെശയ്യാവിനോടുള്ളതല്ല, യിരെമ്യാവിനോടുള്ളതല്ല, യഹൂദനോടുള്ളതല്ല, ഇത് എന്നോടുള്ളതാണ്. ഞാനതങ്ങ് എടുക്കുകയാ. കൈയൊന്ന് അടിച്ചൊരാമേ. എൻ്റെ കൂടെ വന്നില്ലേ? ഞാനതങ്ങ്, നിങ്ങൾക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഞാനതങ്ങ് എടുക്കുകയാ. ആരുമില്ല ഇവിടെ? കൊച്ചു പിള്ളേർക്കൊക്കെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു, ഞാനതങ്ങ് എടുക്കുകയാണ്. അങ്ങനെ കേട്ടില്ല ആ വാക്ക്? ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വാക്കായിരുന്നു കേരളക്കാർക്ക്. ഞാനതങ്ങ്, ഞാനങ്ങ് എന്ത് ചെയ്യാണ്? തൃശ്ശൂർ അങ്ങ് എടുക്കുകയാണ് അല്ലേ? ഞാൻ എന്ത് ചെയ്യാണ്? അങ്ങ് എടുക്കുകയാണ്. പറഞ്ഞതേ ഉള്ളൂ, ഒന്നും നടന്നില്ല. ഹല്ലേലൂയ. ലോകത്തിലുള്ളതൊക്കെ പലതൊക്കെ എടുക്കാന്നൊക്കെ വെറുതെ പറയത്തേ ഉള്ളൂ. പക്ഷെ അതൊന്നും ചുമ്മാ അങ്ങ് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് എടുക്കുകയാണത്. ഹല്ലേലൂയ. ആ എടുത്ത പുള്ളിക്ക് അതൊന്നും കിട്ടിയില്ല. പക്ഷേ യെശയ്യാ പ്രവചനത്തിന് ഒരു വചനം അങ്ങോട്ട് ഒരാൾ പറഞ്ഞു, ഞാനതങ്ങ് എടുക്കുകയാണെന്ന് പറഞ്ഞു. ഒരാമയും പറയാൻ പറ്റുമെങ്കിൽ ഏറ്റെടുത്തോ. ആ ഗോപിയിൽ നിന്ന്, സുരേഷ് ഗോപി ബ്രദറിൽ നിന്ന്, സാറിൽ നിന്ന് ആ വാക്ക് നിങ്ങളങ്ങ് എടുത്തോ. ഞാനതങ്ങ് എടുക്കുകയാണ്. നിങ്ങൾ വിട്ടുന്നില്ല? രാമയും പറഞ്ഞാട്ടെ. ഓ സ്തോത്ര. എല്ലാവരും കൈ ഒന്ന് ഉയർത്തി രാമയും പറഞ്ഞു.
ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടലുകൾ നടക്കട്ടെ എന്ന് ഞാനതങ്ങ് എടുക്കുകയാണ്. പുള്ളിക്കൊന്നും പറ്റിയില്ല. പക്ഷേ ഇതേ യെശയ്യാ പ്രവചനത്തിലെ ഒരു വചനം വായിച്ചിട്ട് പറയുകയാണ്, ഞാനതങ്ങ് എടുക്കുകയാണ്. നീ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ രക്ഷയാകേണ്ടതിന്, ആമേൻ, സകല ജാതികൾക്കും വെളിച്ചമാകേണ്ടതിനും ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം എന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ദൂതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. രാമൻ പറഞ്ഞാട്ടെ, ആരൊക്കെയോ നിന്നെ തള്ളിയെന്നോർത്ത്, ആരൊക്കെയോ നിന്നെ റിജക്ട് ചെയ്തെന്നോർത്ത്, ആരൊക്കെയോ നിന്നെ മാറ്റിവെച്ചെന്നോർത്ത് ഒന്നും നീ തീരത്തില്ല, അവസാനിക്കത്തില്ല. നീ ചില വചനത്തെ കയറി പിടിച്ചോ, ചില വാതിലുകൾ നിന്റെ മുമ്പിൽ തുറക്കും. നിങ്ങൾക്കറിയാമോ, ആ വചനം അന്ന് ഏറ്റെടുത്തു, അന്ന് തുറന്നു ഭൂഖണ്ഡത്തിന്റെ വാതിൽ. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല? അന്ന് തുറന്നു ഭൂഖണ്ഡത്തിന്റെ വാതിൽ. ഒരു ഷർട്ടിന്റെ അത്രയും വലിപ്പം ഈ ഉലകത്തിനുണ്ടെങ്കിൽ ഒരു ബട്ടൺസിന്റെ, അതിന്റെ അകത്തൊരു സുഷിരത്തിന്റെ അത്രയും വലിപ്പമുള്ളൂ. ആമേൻ, ആമേൻ. ഇസ്രയേലിന് അത്രയും ചുരുക്കമുള്ള ഒരു സ്ഥലത്ത് മാത്രം ശുശ്രൂഷിക്കാൻ വേണ്ടി കടിപിടി കൂടിക്കൊണ്ടിരുന്ന, സ്തോത്രം, പൗലോസ് ഒരു വചനം ഏറ്റെടുത്തപ്പോൾ 5 വൻകരകളിലും ഇന്നത്തെ പോലെ സൗകര്യങ്ങൾ ഇല്ലാത്ത കാലത്ത് അവനെ ദൈവം എത്തിച്ചു, അവനെ ദൈവം എത്തിച്ചു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ വചനം വായിക്കുക, ഇത് തിന്നുക. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചോ, 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 സ്തുതിച്ചോ. ഉടലബല ഹന്തനരഗജന അർദ്ധലരഘടക ശീതലരഘടക. ഞാൻ എന്തിനാണ് ഈ വചനം പറയുന്നത്? നിങ്ങൾ ഇവിടെ കേൾക്കുന്ന ദൂതുകൾ ഏറ്റെടുത്തോണം, സ്തോത്രം പറഞ്ഞോണം. അത് എന്നോടാണെന്ന് നിങ്ങൾ പറഞ്ഞോണം. ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞ ഒരു വില്ലേറിയ സന്ദേശം ഞാൻ പലയിടത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു വാക്ക് ഇവിടെ പറയാൻ കർത്താവിനോട് പറയുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം അഡ്രസ് എഴുതാത്തതാണ് അധികവും. ദൈവം പറയുന്ന പ്രോമിസ് 3% അഡ്രസ് എഴുതാത്തതാ. അത് ആർക്കുള്ളതാ? വിശ്വസിക്കുന്നുള്ളവർക്കാ. അതുപോലെ ഈ ബൈബിളിനകത്ത് എഴുതിയേക്കുന്ന 3% ദൂതും അഡ്രസ് എഴുതാത്തതാ. കേട്ടില്ല? അഡ്രസ് എഴുതാത്തതാ. നിങ്ങളൊരു ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ പറ്റുമോ? ഈ അഡ്രസ് എഴുതാത്ത ദൂതുകൾ അടിച്ചു മാറ്റാൻ മിടുക്കനായിരുന്നു പൗലോസ്. ആമേൻ പറയുന്നില്ല? അഡ്രസ് എഴുതാത്ത ദൂതുകൾ എടുക്കാൻ, നമ്മുടെ മറ്റേ വാക്ക് എടുക്കാൻ മിടുക്കനായിരുന്നു പൗലോസ്. ഈ ദൂത് മറക്കരുത്. ചിലതൊക്കെ നീ എടുത്തോണം. ഒരാമേൻ പറയാൻ പറ്റുമോ? ചിലതൊക്കെ, ആമേൻ പറഞ്ഞില്ല, ചിലതൊക്കെ ഇന്ന് എടുത്തോണം. ഒരാമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം. എല്ലാവരും ശബ്ദം ഉയർത്തി ദൈവത്തെ ഒരിക്കൽ കൂടി സ്തുതിച്ചാട്ടെ. എന്തൊരു ഭയങ്കര കൃപ ഇവിടെ വ്യാപരിക്കുന്ന ഞാൻ ആത്മാവിൽ ഫീൽ ചെയ്യുന്നു. ചേർന്നൊരു ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. ആമേൻ. കേൾക്കുന്നുണ്ട്? പ്രാർത്ഥനയോടെ ഏറ്റെടുത്തോണം. ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നു? ആത്മമണ്ഡലത്തെ കൊള്ളയടിക്കുന്ന ചിലർ ഇതിനകത്തുണ്ടാകും. In the name of Jesus. Amen. ആത്മമണ്ഡലത്തെ കൊള്ളയടിക്കുന്ന ചിലർ ഇവിടെ ഉണ്ടായിരിക്കും. ഞാൻ ഇന്ന് നിന്നോട് പറയാം, ഒരു ദൂതുണ്ട്. പിണങ്ങരുത്, നെഗറ്റീവായിട്ട് കാണരുത്. സ്തോത്രം. ചിലതൊക്കെ നീ ഇന്ന് യാക്കോബിനെ പോലെ അവസരം നോക്കി എടുത്തോണം. യാക്കോബിനെ പോലെ അവസരം നോക്കിയിരുന്ന് അടുത്തിരിക്കുന്നവരെ ഉറങ്ങിയാൽ ശല്യം ചെയ്യരുത്, ഉണർത്തണ്ട. അവരുടെ തലയിലേക്ക് വരുന്ന ദൂതുകൾ ഇങ്ങടിച്ചെടുത്തോണം. കൈയൊന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ശബ്ദമൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഒന്നും പാഴാക്കരുത്, ഒന്നും പാഴാക്കരുത്. കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ശേഷിച്ച ഒരപ്പ നുറുക്കുകളും
വഴിയിലിട്ടിട്ട് പോകരുത്. അതിനെ കൂട്ടിവെക്കുക. 12 കൊട്ടകളിൽ അത് ശേഖരിച്ചു വെക്കുക. ഇന്ന് ഇതിനകത്ത് വീഴുന്ന ഒരു ദൂതുകളും അല്ല, ഈ 21 ദിവസവും ഇടന്ന് വീഴുന്ന ഒരു ദൂതുകളും നീ കളയരുത്. അവൻ പെറുക്കിയെടുക്കുക, പെറുക്കിയെടുക്കുക, പെറുക്കിയെടുക്കുക. യേശുവിന്റെ നാമത്തിൽ അത് നാളുകൾ വരും. ഓരോ ദൂതുകൾ കേൾക്കുമ്പോൾ തലയിൽ കൈവച്ച് പറയണം, ഐ റിസീവ്, ഞാൻ അത് ഏറ്റെടുക്കുന്നു. കൈകളെ ഒന്ന് അടിച്ചാമയം പറഞ്ഞേ. ഭയങ്കര ദൈവസാന്നിധ്യം ഇവിടെയുണ്ട്. ഭയങ്കര ദൈവസാന്നിധ്യം ഇവിടെയുണ്ട്. ആമേൻ. ഏശാവിന്റെ വിജയം, ഏശാവിന്റെ പരാജയവും യാക്കോബിന്റെ ജയവും അവിടെയാ. ആമേൻ. യാക്കോബ് ഇങ്ങനെ നോക്കിയിരിക്കുക. സ്തോത്രം. അപ്പം ഏശാവ് പാട്ടൊക്കെ പാടി കാട്ടുപോത്തിനെയൊക്കെ ഓടിച്ച്, കേട്ടില്ല, കണ്ട പുലിയുടെ പുറകെ എലിയുടെ പുറകെയൊക്കെ ഓടി വിശന്ന് പരാവേശം പിടിച്ച് കടന്നു വരിക. വിശപ്പാവന് വിശപ്പ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. യാക്കോബ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പായസം കുടിച്ച് എവിടെയെങ്കിലും വിശപ്പ് മാറിയിട്ടുണ്ടോ? ആമേൻ. എനിക്കറിയില്ല കേട്ടോ, ഇനി അവരുടെ കാലമൊന്നും അല്ലല്ലോ നമ്മുടെ കാലം. ആമേൻ. പായസം യാക്കോബ് ഉണ്ടാകുമ്പോൾ യേശാവ് എന്ന് പറഞ്ഞു, എനിക്ക് ഇച്ചിരി പായസം തരാമോ? ആ സമയത്ത് യാക്കോബ് പറയുക, പക്ഷെ തരാം, ഒരു കണ്ടീഷൻ, ഒരു കണ്ടീഷൻ, ജ്യേഷ്ഠാവകാശം തരണം. ജ്യേഷ്ഠാവകാശം കഴിച്ചാൽ വിശപ്പ് മാറുമോ? അവൻ നോക്കിയപ്പം അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. നമുക്ക് പലപ്പോഴും അങ്ങനെയാണ്. ഈ ആത്മീയവും വാക്തത്വം ഒന്നും വലിയ ഗുണമൊന്നുമല്ല. നമുക്ക് തൽക്കാലത്തെ വിശപ്പ, പായസമാ വിഷയം. ആമേൻ. ഇവിടെ ഇന്ന് അഭിഷേകത്തിൻ്റെ അഗ്നി വെയ്യുമ്പത്തേന് ആമേൻ 100 പണിക്ക് പോയിട്ട് 300 രൂപ വാങ്ങുന്നവരുണ്ട്. 300 കോടിയുടെ അഭിഷേകം ഇവിടെ വീഴുമ്പോൾ കരമൊന്ന് അടിച്ച് ആമേൻ പറഞ്ഞു. മിസ് ചെയ്യരുതെന്ന് ദൈവം ചിലരോട് പറയുന്നു. മിസ് ചെയ്യരുത്. ഈ അടുത്ത ദിവസങ്ങൾ നടക്കുന്ന മീറ്റിംഗ് ഒന്നും മിസ് ചെയ്യരുത്. ഇത് നിന്റെ മേൽ ചിലത് വീഴുന്ന സമയമാണ്. താൽക്കാലികമായി ചില നഷ്ടങ്ങൾ വരാം, താൽക്കാലികമായി ചില കുറവുകൾ വരാം, താൽക്കാലികമായ ചില ശൂന്യതകൾ വരാം. പക്ഷെ വിടരുതെന്ന് കർത്താവ് പറയുന്നു. വിടരുത്. ചിലപ്പോൾ ആമേൻ നിനക്ക് ഇവിടേക്ക് വരാൻ വണ്ടിക്കൂലി പോലും ഇല്ല. പക്ഷെ നീ എവിടെന്നെങ്കിലും കുടുക്ക പൊട്ടിച്ചോ, നീ എടുത്തോണ്ട് പോരെ, ഒരഭിഷേകം നിന്റെ തലമേൽ വീഴും. ഏറ്റെടുത്താണ്. ഇത് ദൂതാണ്, ഇത് ദൂതാണ്, ഇത് ദൂതാണ്, ഇത് ദൂതാണ്. ചില ജോലികൾ പോലും ശ്രദ്ധിക്കാതെ ലീവ് എടുത്ത് ഇതിനകത്ത് സംബന്ധിക്കുന്നവരുണ്ട്. ചില പ്രത്യേകമായ കാര്യങ്ങൾ മാറ്റിവെച്ച് ഇതിൽ സംബന്ധിക്കുന്നവരുണ്ട്. നീ വെറും കൈയായി പോകത്തില്ല. നീ മൈലുകൾ യാത്ര ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നവരുണ്ട്. ചില പഠിത്തങ്ങളും ചില എക്സാമുകളും നീക്കിവെച്ച് ഇതിനകത്ത് ആമേൻ ജോയിൻ ചെയ്യുന്നവരുണ്ട്. ഇത് നിന്റെ മേൽ അഭിഷേകവും ഇത് നിന്റെ മേൽ അധികാരവും ദൈവം പകർന്നിരിക്കും. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചോ. മിസ് ചെയ്യരുത്. പറഞ്ഞാട്ടെ, മിസ് ചെയ്യരുത്. In the name of Jesus. Hallelujah. യാക്കോബ് പറഞ്ഞു, പായസം തരാം, പക്ഷെ ഒരു കാര്യം, ജ്യേഷ്ഠാവകാശം തരണം. അവൻ ഒറ്റ നോട്ടത്തിൽ ഇതുകൊണ്ടൊരു പ്രയോജനമില്ല, ഇതുകൊണ്ടൊരു പ്രയോജനമില്ല. അവൻ പറഞ്ഞു, നീ എടുത്തോ. ആമേൻ. എനിക്ക് പായസം മതി. അവൻ അന്ന് ഒന്ന് സഹിച്ചിരുന്നെങ്കിൽ ദൈവം എങ്ങനെ അറിയുമെന്നറിയാമോ? ഞാൻ അബ്രഹാമിൻ്റെയും സഹാക്കിൻ്റെയും ഏശാവിൻ്റെയും ദൈവം. ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പ്ലീസ് ചെയ്യാനുള്ള അധികാരമാണ്. ആമേൻ പറയാൻ പറ്റുമോ?
അവൻ എന്നാ വിശപ്പ് ചുമ്മാ എടുത്ത് മാറിയിട്ട് അവൻ മാറി അവിടെ ഇരുന്നായിരുന്നെങ്കിൽ യാക്കോബ് തലകുത്തി നിന്നാൽ ആ പൊസിഷനിലേക്ക് എത്തത്തില്ല. നീ ചിലയിടത്തൊക്കെ സ്ലിപ്പാകുമ്പോൾ മറ്റു പലരും അവിടെ കയറുന്നുണ്ടെന്ന് നീ മറക്കരുത്. മനസ്സിലായെങ്കിൽ രാമയും പറഞ്ഞു. നീ മാറി നോർത്ത് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ നീങ്ങി നോർത്തോണ്ടൊന്നും ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. യേശുവിന്റെ നാമത്തിൽ ഭീഷണികൾ മാറട്ടെ. സഭയെ പേടിപ്പിക്കരുത്, അഭിഷക്തന്മാരെ പേടിപ്പിക്കരുത്, ദൈവം അയക്കുന്ന ഉണർവുകളെ പേടിപ്പിക്കരുത്. നീ അതിന് വിരോധമായിട്ട് കൈ ചുരുട്ടി നിൽക്കരുത്. രക്ഷപ്പെടത്തില്ല, വിജയിക്കത്തില്ല, ഉയരത്തില്ല, വിധേയപ്പെടുക. സ്തോത്രം, 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 സ്തോത്രം. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. വീണ് കിട്ടിയ ചില ദൈവികമായ പദ്ധതികളുണ്ട്. നീ പോലും അറിയാതെ നീ ചുമക്കുന്ന ചില നിയോഗങ്ങളുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, നീ പോലും അറിയാതെ നീ ചുമക്കുന്ന ചില നിയോഗങ്ങളുണ്ട്. കഴുതയെ തപ്പിപ്പോയവന്റെ മേൽ ഒരു രാജ്യത്വം ഇറങ്ങി വന്നു. നീ പോലും അറിയാതെ നീ ചുമക്കുന്ന ഒരു അഭിഷേകമുണ്ട്. കൈകളെ അടിച്ചൊരു ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. ഹല്ലേലൂയ. പ്രതീക്ഷിക്കാതെ ചിലത് നിന്റെ മേൽ വീഴും. പ്രതീക്ഷിക്കാതെ ചിലത് നിന്റെ മേൽ വീഴും. പ്രതീക്ഷിക്കാതെ ചിലത് നിന്റെ മേൽ വീഴും. കൈ കളയരുതേ, കളയരുതേ, കളയരുതേ. ഉടലവ സന്ദന റിഗൽക്കനഗടകസ്യ. യഹൂദ പുരുഷന്മാർ 20-ാമത്തെ വയസ്സിലെ വിവാഹം കഴിക്കും. എന്നാൽ 40 വർഷം വരെ ഒരുത്തൻ വിവാഹം കഴിക്കാതെ കാത്തിരിക്കുകയാണ്. എന്തിനാ? ഒരു നിയോഗം സൂക്ഷിക്കുകയാണ്. പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാൾ അധികം ക്രിസ്തു യേശുവിന്റെ നിന്ന വലിയ ധനം എന്ന് പറഞ്ഞ് ഒരുവൻ പിടിച്ചു നിൽക്കുകയാ, ഒരുവൻ കാത്തു നിൽക്കുകയാ. പരിശുദ്ധാത്മ പറയുന്നു, വീണ് കിട്ടിയ അവസരങ്ങളെ നീ കളയരുത്. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. സ്തോത്രം പറഞ്ഞോ, സ്തോത്രം പറഞ്ഞോ, സ്തോത്രം പറഞ്ഞോ, സ്തോത്രം പറഞ്ഞോ. ഞാൻ ഇന്ന് ഈ ദൂത് പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില ഡോറുകൾ തുറക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില പൊസിഷനുകൾ വരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില ആമേൻ 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 അധികാരത്തിലേക്ക് നിങ്ങൾ നടത്തപ്പെടും. നിങ്ങളുടെ പ്രാർത്ഥനയോ, നിങ്ങളുടെ യോഗ്യതയോ, നിങ്ങളുടെ കുടുംബ മഹിമയോ, നിങ്ങളുടെ കഴിവോ ബേസ് ചെയ്തല്ല. കൃപ വെളിപ്പെടും, കൃപ വെളിപ്പെടും, കൃപ വെളിപ്പെടും. അതിനെ മിസ്യൂസ് ചെയ്യരുത്. ഒരു വിശപ്പ് ഒരു നിത്യമായ ദൈവാവകാശത്തെ തകർത്തു. അല്ലെങ്കിൽ ദൈവം അറിയുമായിരുന്നു, ഞാൻ യാക്കോബിന്റെ ദൈവം എന്നല്ല, ഏശാവിന്റെ ദൈവം. അതാണ് പുതിയ നിയമത്തിലും ആ ദൂതിന് പ്രസക്തിയുള്ളത് കൊണ്ട് ഇബ്രായ ലേഖനത്തിൽ എഴുതി വെച്ചു, ഏശാവിനെ പോലെ നിങ്ങൾ അഭക്തരും അലക്ഷ്യമാക്കരുത്. നിങ്ങളിവിടെ വന്നിരിക്കുമ്പോൾ അലക്ഷ്യമാകരുത്. വളരെ ഏകാഗ്രതയോടെ ആമേൻ. 1, 2, 3 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആകാം. എന്നാൽ ഈ സമയങ്ങൾ കർത്താവിന്റെ കണ്ണുകളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നോണം. ആമേൻ, ആമേൻ. മറക്കരുത്, മറക്കരുത്. ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ നാവിൽ ദൂത് തരുന്നത് നിങ്ങളുടെ ആഗ്രഹമാണ്. ദൂതില്ലാത്ത ഞങ്ങളുടെ നാവിനകത്ത് ദൂത് തരുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തെ ദാഹമാ. വലിച്ചെടുക്കണം. കാരണം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിച്ചുകൊണ്ടും വചനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടും ഈ കാലഘട്ടത്തിന്റെ ദൈവശബ്ദം പറയാൻ ഒരധരമായിട്ടാണ് നിൽക്കുന്നേ. ചിലതൊക്കെ ഇന്നിവിടെ സംഭവിക്കട്ടെ, ചിലതൊക്കെ ഇന്നിവിടെ നടക്കട്ടെ, ചിലതൊക്കെ ഇന്നിവിടെ നടക്കട്ടെ. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ.
അതല റിയൽ ഘടകതനിയ അർദ്ധനരക ജനഘടക സന്തരഘടക. ഓ ചിലതൊക്കെ അടിച്ചെടുക്കുക. യാക്കോബിനെ പോലെ അലക്ഷ്യമാക്കുന്നവരിൽ നിന്ന് ഏറ്റെടുത്തുകൊള്ളുക. ഉണർവുകളെ ഏറ്റെടുക്കുക, ആത്മശക്തിയെ ഏറ്റെടുക്കുക. എന്നാൽ നീ ഇന്ന് പകൽ വാതുറന്ന് പറയണം, ഒരു തരി പോലും ഞാൻ വിട്ടുതരത്തില്ല. ഈ കാലഘട്ടത്തിൽ ദൈവം അയക്കുന്ന ഒരു ചലനവും ഞാൻ വിട്ടുകളയത്തില്ല. ഞാൻ അത് സ്വീകരിക്കുന്നു. മനസ്സിലായി? ഒരു ആമേൻ പറഞ്ഞേ. ആരോടോ പറഞ്ഞൊരു ദൂതനെ കയറി പിടിക്കുക. പൗലോസ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കേട്ടില്ല? ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിന്നോടാ പറഞ്ഞേ? എന്നോടാ പറഞ്ഞേ. ഏശാവ് പറഞ്ഞല്ലേ? ഈ ഏശാവല്ല, ഇനി ഗോലിയാത്ത് പറഞ്ഞാലും ദൂതാണെ എടുക്കും. അതാണ് നിന്റെ നിലപാട്. കേട്ടില്ല? കേട്ടില്ല? മിണ്ടുന്നില്ല. ഇനി ഏശാവല്ല, ദൈവത്തിൽ നിന്ന് ഇനി കഴുത പറഞ്ഞാലും ഏറ്റെടുക്കും. ആമേൻ പറഞ്ഞില്ല? ആമേൻ പറഞ്ഞില്ല? ഓ ഒരു ആമേൻ പറഞ്ഞാട്ടെ. കഴുത പറഞ്ഞാലും ഏറ്റെടുക്കാത്ത ബലിയാം ചത്ത് തീരുമ്പോ ആമേൻ ആരോടോ പറഞ്ഞ ദൂത് വലിച്ചെടുത്തവൻ രാജ്യങ്ങൾ കവർന്നു. വിടരുത്. നിന്റെ പേര് വിളിച്ച് കാണത്തില്ല, നിന്റെ തലയിൽ കൈവച്ച് കാണത്തില്ല, നിനക്ക് ഭയങ്കരമായിട്ട് പെരുപ്പൊന്നും ഫീൽ ചെയ്ത് കാണത്തില്ല. പക്ഷെ ഇവിടെ കേൾക്കുന്ന ദൂത് കേട്ടിട്ട് നീ അത് എന്നോടാണെന്ന് പറഞ്ഞാൽ നിന്റെ മുമ്പിൽ ദുആമേൻ വാതിലുകൾ തുറക്കാൻ അവൻ രാജാക്കന്മാരോട് പറയും. ആമേൻ സ്തോത്രം. ദൂതന്മാരോട് പറയും. കൈകളെ ഉയർത്തി യേശുവിനെ ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി ഒന്ന് ആരാധിച്ചാട്ടെ. ശ്രദ്ധിച്ചോണം. ഈ ദൂത് സ്വീകരിക്കുന്നതിൽ പൗലോസ് ഭയങ്കര അഗ്രഹണ്യനാണ്. ഈ ഒരൊറ്റ ദൂത് എടുത്തു കഴിഞ്ഞപ്പോൾ ആ 3 മിഷണറി യാത്രയുടെ വാതിൽ തുറന്നേ. നിങ്ങൾ ആമേൻ പറയുന്നില്ല? എന്തെങ്കിലും തുറക്കണമെങ്കിൽ എന്തെങ്കിലും നീ സ്വീകരിക്കണം. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല? എന്തെങ്കിലും തുറക്കണമെങ്കിൽ എന്തെങ്കിലും സ്വീകരിക്കണം. അവൻ പറഞ്ഞു എന്നോടാ പറഞ്ഞേക്കുന്നേ, നിന്നെ ജാതികളുടെ വെളിച്ചമാക്കും. തീർന്നില്ല, ഭൂമിയുടെ അറ്റത്ത് കൊണ്ടുപോകുന്നു. ഇന്നത്തെ പോലെ ടെക്നോളജിക്കൽ ആയി വളർച്ച പ്രാപിക്കാത്ത കാലഘട്ടത്തിൽ, ഇന്നത്തെ പോലെ ആധുനിക സംവിധാനങ്ങൾ ഇല്ലാത്ത കാലഘട്ടത്തിൽ വെറും കുതിരയിലും കപ്പലിലും മാത്രം യാത്ര ചെയ്ത് 5 വൻകരകളെ കീഴടക്കാൻ ആ മനുഷ്യന് കഴിഞ്ഞെങ്കിൽ അതിന്റെ പേരല്ലേ അഭിഷേകം. ഇനി ഈ ദൂത നിങ്ങൾ ഏറ്റെടുക്കണ്ടേ? കേട്ടില്ല? ഇനി ഈ ദൂത നിങ്ങൾ ഏറ്റെടുക്കണ്ടേ? നിയോഗമുള്ളവന്റെ മേലെ അഭിഷേകം. കേട്ടില്ല? നിയോഗം. കേട്ടില്ല? നിയോഗം ഉള്ളവന്റെ മേല അഭിഷേകം. അഭിഷേകം. ദൈവം വെറുതെ ഒരുവനെ അഭിഷേകം ചെയ്യുന്നില്ല. അവനൊരു അഭിഷേകം അവൻ പ്രാപിച്ചു. എന്തിന്? നിയോഗത്തിന് വേണ്ടി. ഭൂമിയുടെ അറ്റത്തോളം സകല ജാതികളോടും എനിക്ക് സുവിശേഷം പറയണം. Praise God. റോമാലേഖനം 15-ാം അധ്യായത്തിലൊരു വാക്യം. ബൈബിളിനെ നിങ്ങൾ എങ്ങനെ കാണണമെന്നുള്ളതിനാണ് ഞാൻ ഈ വചനം എടുക്കുന്നത്. റോമാലേഖനം 15-ാം അധ്യായത്തിനൊരു വാക്യം, അതിൻ്റെ 21-ാമത്തെ വാക്യം. അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. കേട്ടോ? യഹൂദന്മാരുടെ ഇടയിൽ കിടന്ന് പ്രസംഗിക്കാൻ വേണ്ടി കടിപിടി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ ഹോശേയ പ്രവചനം വായിച്ചപ്പോൾ ഒരു ദൂത് കിടക്കുന്നു. അവനെക്കുറിച്ച് അറിയാത്തവരുടെ കിട്ടാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും. അവൻ ആ ദൂത് കേട്ട് തലയിലോട്ട് കൈവച്ചിട്ടു, ഞാൻ അതിന് തയ്യാറാണെന്ന് പറഞ്ഞു. കേട്ടില്ല? ഞാൻ അതിന്
നമ്മുടെയൊക്കെ ചർച്ചകളിലൊന്നും കാണത്തില്ല. ചില ചർച്ചകളിലൊക്കെ ആണെങ്കിലുണ്ടല്ലോ, എന്നെ കടിപിടിയാണെന്നറിയാമോ? ആകെ ആസ്മ പിടിച്ച 10 വിശ്വാസിയുണ്ട്. അവിടെ പ്രസംഗിക്കാൻ വേണ്ടി 10 പാസ്റ്റർമാരും അടിയാ. മിണ്ടുന്നില്ല. ഐ ആം സോറി. അത് ആദ്യം കയറുന്നവൻ അടുത്തോട്ട് വിട്ടു, അടുത്തവൻ കയറുന്നവൻ ഇവനോട്ട് വിട്ടു, ഇവനോട്ട് വരുന്ന അവനോ വിട്ടു. ഈ പുറകിലാണെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനം കിടക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ല. കടിപിടി കൂടരുത്. 800 കോടി ജനം ഇവിടെ ഉണ്ട്. ഒന്ന് കൈ അടിച്ചൊന്ന് ഏറ്റെടുത്തോ. ഇന്ന് കാണുന്ന പല മൂവുകളുടെ മുകളിൽ ഒരു മൂവാകാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. ഏറ്റെടുത്തില്ല. ഇന്ന് കാണുന്ന പല മൂവുകളുടെ മുകളിൽ ഒരു മൂവാകാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. മക്കളെ ഏറ്റെടുക്കുക, കാര്യങ്ങളെ ഉയർത്തി. ഞാനിതെല്ലാം എടുത്തോണ്ട് പോവാ. പത്രം അല്ലെങ്കിൽ വാരി എടുത്തോണ്ട് പോവാ. എന്നിട്ട് പുള്ളി തുറന്നങ്ങ് പറഞ്ഞു, പത്രോച്ചാ നീ എടുത്തോ, മൊത്തം എടുത്തു. എന്നിട്ട് പുള്ളി പറഞ്ഞു, യഹൂദന്മാരുടെ സുവിശേഷം പറയാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എനിക്കും ബർന്നബാസിന് വേറെ വിളിയുണ്ട്, ജാതികളോട്. പഠിച്ചത് മുഴുവൻ യഹൂദന്മാരുടെ ജ്ഞാനമാണ്, പക്ഷെ ഉപയോഗിക്കപ്പെട്ടത് മുഴുവൻ ഇതൊന്നും അറിയാത്ത ജാതിയുടെ ഇടയിലാണ്. നീ പഠിച്ചത് തന്നെ ലോകത്തിൽ ഇറക്കാൻ നിൽക്കണ്ട. നീ പഠിക്കാത്തിടത്തേക്ക് ദൈവം നിന്നെ അയക്കും. ഇന്ന് ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്ത് ഏറ്റെടുത്തോ. നിന്റെ ലിമിറ്റേഷൻസിനെ ദൈവം കവർന്ന് നിന്നെ ഉപയോഗിക്കാൻ പോകുക. കൈകളെ അടിച്ചൊരു ആമേൻ പറഞ്ഞു. ഭയങ്കര ഓപ്പണിങ്ങുകൾ ഉണ്ടാകും. ഭയങ്കര വാതിലുകൾ തുറക്കുന്നു. വലിയ വഴികൾ തുറക്കുന്നു. വലിയ ബന്ധങ്ങളിലേക്ക് നടത്തപ്പെടുന്നു. വലിയ വലിയ സർക്കിളുകൾ നിനക്കായി തുറക്കപ്പെടുന്നു. വലിയ വലിയ നേഷൻസുകൾ നിനക്കായി ഓപ്പൺ ആകുന്നു. വലിയ വലിയ ക്രൗഡുകൾ ദൈവം നിനക്കായി തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കൈകളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. അവരോട് പറയാനുള്ള ദൂത്, അവരോട് പറയാനുള്ള ആലോചന ദൈവം നിനക്ക് തരും. വിശ്വസിച്ച് ഏറ്റെടുത്തോ. ഒരു ഹീലിംഗ് മിനിസ്ട്രി യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഇറങ്ങി നിൽക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. കൈകളെ ഉയർത്തി അതൊന്ന് സ്വീകരിച്ചോ. ആമേൻ. മെഡിക്കൽ സയൻസുകൾ പോലും ഞെട്ടുന്ന നിലയിലുള്ള ചില അത്ഭുത ശുശ്രൂഷകളുടെ ആമേൻ ഒരു അഭിഷേകം ഇന്ന് പകൽ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നു. ആരത് സ്വീകരിക്കുന്നു? കൈകളെ ഉയർത്തി യേശുവേ. പ്രാർത്ഥിച്ചോ. ഈ ഹോളിലേക്ക് കാല് ചവിട്ടുമ്പോൾ ജനം സൗഖ്യമാകാൻ പോവാ. ഈ പ്രോഗ്രാമുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജനം സൗഖ്യമാകാൻ പോകുക. അതുപോലൊരു ഹീലിംഗ് അനോയിന്റിംഗ് യേശുവിന്റെ നാമത്തിൽ ഈ മിനിസ്ട്രിയുടെ മേൽ ഞാൻ ആത്മാ നിറവിൽ നിന്ന് ഞാൻ അതിനെ തുറക്കുന്നു. ഇന്ന് ജനം സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതിൽ രോഗികൾ യേശുവിന്റെ നാമത്തിൽ കിടക്ക വിട്ട് ചാടി എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇല്ലാത്ത അവയവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉണ്ടായി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇല്ലാത്ത അവയവങ്ങൾ ഉണ്ടായി വരട്ടെ. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ക്യാൻസറുകളെ, ട്യൂമറുകളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. ചില പ്രത്യേക ബാക്ക് പെയിനുകളെ ദൈവം സൗഖ്യമാക്കുന്നു. അസ്ഥി സംബന്ധമായ ചില രോഗികൾ ഇന്ന് സൗഖ്യമാകുകയാണ്. ഡിസ്കിന്റെ കംപ്ലൈന്റ് ഉള്ളവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുകയാണ്. നേർവുകൾ സംബന്ധമായി രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുകയാണ്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുകയാണ്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുകയാണ്. ഒരു വിടുതലിന്റെ ദൂതൻ നിന്റെ മുറിയിലേക്ക് വരുന്നു, നിന്റെ അടുക്കലേക്ക് വരുന്നു. യേശുവിന്റെ നാമത്തിൽ നീ സൗഖ്യമാകുക.
കൈകളെ അടിച്ച് സ്തോത്രം ചെയ്തു. രോഗികൾ ഹീലാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ദൈവജനത്തെ ഏറ്റെടുക്കണം എന്നതിന് ഒരു തെളിവ് ഞാൻ പറഞ്ഞതാ. നമുക്ക് ഈ പ്രസംഗം എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കാണല്ല. ആമേൻ. പ്രവാചകൻ പ്രവചിക്കുന്നത് മുഴുവൻ നടക്കത്തില്ല, പക്ഷെ വചനം മുഴുവൻ നടക്കും. അത് പറയാൻ ഈ പറഞ്ഞേ. നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിൽ വചനവുമായി ബന്ധപ്പെടുക. അവിടെ നിന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ഒരു വചനം അച്ചട്ട കിറുകൃത്യ. ആമേൻ. ദൈവശബ്ദം കണ്ടെത്തുക. ഇസ്രായേലിൽ ഭയങ്കര ചർച്ചിൽ ആദിമസഭയിൽ പ്രശ്നം രൂക്ഷമായി. യഹൂദന്മാരുടെ തന്നെ കൊട്ടുംപാട്ടും അവരുടെ പ്രത്യേക സിസ്റ്റത്തിലൊക്കെ ഇങ്ങനെ ആരാധന നടത്തുകൊണ്ടിരിക്കും. നമുക്കെല്ലാവർക്കും സിസ്റ്റം ഉണ്ടല്ലോ. അതുപോലെ അവർക്കൊരു സിസ്റ്റം ഉണ്ട്, നമുക്കെല്ലാവർക്കും ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനനുസരിച്ചുള്ള ഡ്രസ്സ് അതൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ വെളിയിലൊന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 3 പാട്ട് പാടിയിട്ട് അവിടെ ഒന്ന് തുറിച്ച് നോക്കും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമുക്ക്. കേട്ടില്ല? ഹേ ഹലോ, നമുക്കെല്ലാവരും സിസ്റ്റം ഉണ്ട്. ആമേൻ. നമ്മൾ ഈ സിസ്റ്റത്തിനകത്തായി മൂവ് ചെയ്യുന്നത്. അതിൻ്റെ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി അപ്പുറത്ത് വന്നാൽ നമ്മൾ 3 പാട്ട് പാടിയിട്ട് കലിപ്പിച്ചൊരു നോട്ടമുണ്ട്. നീ ഇതിട്ടാണോ ഇന്ന് വന്നെന്നാണ് നമ്മൾ നോക്കുന്നതിന് അർത്ഥം. അത്രേ ഉള്ളൂ. അത് തിരിച്ചും മറിച്ചു. അപ്പം അതുപോലെ യഹൂദന്മാർക്കൊരു സിസ്റ്റമുണ്ട്. ആത്മശക്തിയൊക്കെ ഇറങ്ങി കത്തി തീ പിടിച്ചിരിക്കുമ്പം ആ നമ്മുടെ ആദ്യത്തെ ഉണർവിന് നേതൃത്വം കൊടുത്ത പത്രോസ് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ചെന്ന് കയറി. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ചെന്ന് കയറിയിട്ട് ആദ്യം പുള്ളി പറയുന്നുണ്ട്, എനിക്കിങ്ങനത്തെ പരിപാടിയൊന്നും ഇഷ്ടമില്ല. ഞാൻ ഭയങ്കര സംഭവമാണ്. മീൻ്റെ ഉളുമ്പ് മാറിയിട്ട് അവനെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഐ എം സോറി. എന്നിട്ട് അവൻ പറയാം, ഞങ്ങളിങ്ങനെയൊന്നും ചെയ്യത്തില്ല, ഞങ്ങൾ ഭയങ്കര സംഭവമാണ്. പിന്നെ പരിശുദ്ധാത്മ പറഞ്ഞുകൊണ്ട് വന്നതാണ്. ഭൂതം റൂമിനകത്ത് കയറി ഇറങ്ങി വന്ന് വിളിച്ചോണ്ട് വന്നത്. അല്ല, വരെ കിട്ടത്തില്ല. നമ്മുടെയൊക്കെ ജാട സഹിക്കാൻ മേലാത്ത ജാടയാണ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേന് ദേ കേട്ട ബാബു വീണ് കിടക്കുക. ശതാധിപൻ സ്വത്രം വീണ് കിടക്കുക. നമുക്കുള്ളത്ര അഹങ്കാരം ഒന്നും സത്യം പറഞ്ഞ ജാതികൾക്കില്ല കേട്ടോ. നിങ്ങൾ ആരും മിണ്ടാതിരിക്കുന്നു. ആ പാവം പിടിച്ച മനുഷ്യൻ ദൈവം ദൂതനിറങ്ങി വന്ന് പരവേശപ്പെട്ട് എല്ലാവരെയും വിട്ട് വിളിച്ചു വന്ന് പത്രോസിനെ കണ്ടപ്പോഴേ കാലേ വീണ്. ലോക മനുഷ്യർ ഒരു ദൈവ മനുഷ്യരെ കാണുമ്പോൾ നൽകുന്ന ഓണർ, അവരുടെ ആദരവ്, ഇത് ഭയങ്കരമാണ്. നമ്മളെ ഒന്നുമല്ല ആദരിക്കുന്നേ, നമ്മൾ ചുമക്കുന്ന അഭിഷേകം. നമ്മൾ പാടിയില്ലേ, നിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാൻ ഏതുമില്ല, ആരുമല്ല. സത്യമാണത്. ചിലരൊക്കെ ഇങ്ങനെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ പ്രശംസിച്ച് പറയുമ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്നെ കർത്താവ് അറിയുന്ന പോലെ എങ്ങ് അറിഞ്ഞിരുന്നെങ്കിൽ ഇവർ വീട്ടിൽ കയറ്റുമായിരുന്നു. സോറി. പത്രോസ് ഇങ്ങനെ ജാട കളിച്ചുകൊണ്ടിരുന്നിട്ട് യേശുവിനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അഭിഷേകം വീണു. ജനം രക്ഷിക്കപ്പെട്ടു. സിസ്റ്റത്തിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മൾ പലപ്പോഴും പല വാതിലുകളും അടച്ചത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ജനത്തെ കൊണ്ടുവരാൻ നോക്കിയപ്പോഴാണ്. നമുക്ക് ഇന്ന് എത്തേണ്ടത് ഒരു സിസ്റ്റം ഉണ്ട്. അത് ഹോളി സ്പിരിറ്റിൻ്റെ സിസ്റ്റമാണ്. രാമ്യം പറയാൻ പറ്റുന്നില്ല. ലോ ഇല്ല എന്നല്ല, ലോ ഉണ്ട്. യേശുവിനിലൂടെ ന്യായപ്രമാണത്തിൽ ലോ ആയിരുന്നു,
യേശുവിൽ ലവ് ആയിരുന്നു. പക്ഷേ നമ്മെ ഡെലിവറൻസ് ചെയ്യുന്ന ഹോളി സ്പിരിറ്റിൻ്റെ ലോയ. ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. കൈകളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞോ. ഞാൻ അവിടേക്കൊന്ന് ഓടി വരാനാണ്. ഈ വന്ന വചനത്തിൽ നിന്ന് കർത്താവ് എന്നെ വലിച്ച് ഇവിടെ കൊണ്ടിട്ട് എന്തോ കർത്താവ് ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. കർത്താവ് ഇടപെടട്ടെ. അപ്പം അങ്ങനെ സിസ്റ്റത്തിൽ നിന്നപ്പോൾ ജനം രക്ഷിക്കപ്പെട്ടു. ജനം അഭിഷേകം പ്രാപിച്ചു. അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് മുക്കിയേക്കാന്ന് പറഞ്ഞു. മുക്കിയെല്ലാം പൊക്കി യെരൂശലേമിലേക്ക് വന്നപ്പോൾ പുള്ളിയുടെ കാല് വിറക്കിയ. മൂപ്പന്മാരുണ്ടല്ലോ, നമ്മുടെ എല്ലാം വലിയ വലിയ വിഷയമാണ്. ചിലരെ അങ്ങ് നമ്മൾ പ്രസാദിപ്പിച്ച് മടുത്തു. അവിടെ ചെന്നപ്പോൾ തന്നെ വിശ്വാസം പറഞ്ഞു അത് പറ്റത്തില്ല, അത് പറ്റുന്ന കേസല്ല, അവരെ കടുപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിനകത്ത് ദൈവകൃപ പ്രാപിച്ച യാക്കോബ് പറഞ്ഞു, സഹോദരന്മാരെ അങ്ങനെയല്ല, ഇതൊരു സത്യമായ കാര്യമാണ്. അപ്പോസ്തലർ പ്രവൃത്തി 15. ആമേൻ. ആ വലിയ പ്രശ്നത്തെ പരിഹരിച്ചത് ഒരു പ്രവാചകന്റെ ദൂതല്ല. അമോസ് പ്രവചനത്തിലൊരു പ്രവചനം എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ പണിയും. കേട്ടില്ല. ആ പ്രതിസന്ധിയെ ജയിച്ചത് ഒരു വചനത്തിലൂടെയാണ്. നിങ്ങൾ ആമേൻ പറയാതിരിക്കുന്നു. ഇതിനെ തോരം ഉമ്മ വെക്കണം. ചുമ്മാ ഉമ്മ വെച്ചോണ്ടിരിക്കാനല്ല ഞാൻ പറഞ്ഞേ. വായിക്കണം, ധ്യാനിക്കണം, ചിന്തിക്കണം. ഇത് നിന്റെ അകത്ത് കയറുന്നനുസരിച്ച ജീവിതത്തിനകത്ത് ക്ലാരിറ്റി കിട്ടുന്നത്, ജീവിതത്തിനകത്ത് റൂട്ട് വെളിപ്പെടുന്നത്. ഇത് വെളിപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ ഭാഷ മനസ്സിലാകുന്നത്. ഇത് വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ദൈവം സഞ്ചരിക്കുന്ന വഴി മനസ്സിലാക്കുന്നത്. ഇത് സഞ്ചരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വലിപ്പം എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് കൈകൾ ഉയർത്തിപ്പറ, വചനത്തെ സ്നേഹിക്കുന്നു. ഓ ആമേൻ പറഞ്ഞില്ല, ഉറക്കെ പറ. യോശുവയോട് പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യമുള്ള, നീ പോകുന്നിടത്തൊക്കെ കൃതാർത്ഥനാകണമെങ്കിൽ, അർത്ഥം ഇത്രയേ ഉള്ളൂ, നീ സക്സസ് ആകണമെങ്കിൽ നീ രാവും പകലും ഇത് ധ്യാനിക്കണം. നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മാറ്റരുത്, നിന്റെ നാവിൽ നിന്ന് നീക്കരുത്. നീ എപ്പോഴും ഇത് കേട്ടോണ്ടിരിക്കണം. കണ്ണുമായി വചനത്തിന് ബന്ധമുണ്ടാകട്ടെ, കാതുമായി വചനത്തിന് ബന്ധമുണ്ടാകട്ടെ, നാവുമായി വചനത്തിന് ബന്ധമുണ്ടാകട്ടെ. അങ്ങനെ ഒരു ബന്ധം വളർന്നാൽ നീ സക്സസാ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം എനിക്ക് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിച്ചോണം. ഈ പ്രസംഗിക്കുന്ന പുള്ളിക്കും ഈ വചനമായിട്ടൊരു വലിയ ബന്ധം ഉണ്ടാകാൻ. കൈകളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തോ. എനിക്കറിയത്തില്ല, ഇവിടെ ഒരു തീ പടരുന്നുണ്ട്. ദൈവാത്മാവ് ചിലരെല്ലാം അങ്ങ് ഭയങ്കരമായിട്ട് റെസ്റ്റോർ ചെയ്യുന്ന ദിനങ്ങളാണിത്. ഇനി ഞാൻ ഈ പറയുന്ന ദൂതിലേക്ക് നിങ്ങൾ കയറി വരണം. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ വചനത്തിലേക്ക് പോകുന്നത്. ആമേൻ. എബ്രായർ 10 അവസാന വാക്യം, നാം പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. നാം പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ഈ വചനം വായിച്ചിട്ട് നീ പറഞ്ഞ എന്നോടാണ്. മിണ്ടത്തില്ല പറഞ്ഞാട്ടെ. അത് പറയാൻ ഇത്ര ദൂരം ഞാൻ ഓടി വന്നേ. എന്നോടാണ്. എൻ്റെ അർത്ഥം ഞാൻ നശിക്കുന്ന കൂട്ടത്തിലല്ല, ഞാൻ തകരുന്ന കൂട്ടത്തിലല്ല, ഞാൻ മുടിയുന്ന കൂട്ടത്തിലല്ല, ഞാൻ വഴിയിൽ വീഴുന്നവന്റെ കൂട്ടത്തിലല്ല, പിന്മാറി പോകുന്നവന്റെ കൂട്ടത്തിലല്ല, പാപത്തിൽ തുടരുന്നവന്റെ കൂട്ടത്തിലല്ല. അല്ല, എന്നെ ആ ഗണത്തിൽ ദൈവം പെടുത്തിയിട്ടില്ല. എന്നെ മാറ്റിയാ ദൈവം നിർത്തിയിരിക്കുന്നേ. നിങ്ങൾ മിണ്ടുന്നില്ല, മാറ്റിയാ നിർത്തിയിരിക്കുന്നേ. വായികളെ തുറന്നു പറ, എല്ലാവർക്കും വരുന്നത് എനിക്ക് വരത്തില്ല, എല്ലാവർക്കും സംഭവിക്കുന്നത് എനിക്ക് സംഭവിക്കത്തില്ല. എല്ലാവരും തകരുന്ന വിഷയത്തിൽ ഞാൻ തകരത്തില്ല, എല്ലാവരും നശിക്കുന്ന വിഷയത്തിൽ ഞാൻ നശിക്കത്തില്ല. ഞാൻ ആ കൂട്ടത്തിലല്ല. പറ, ശബ്ദം ഉയർത്തി പറ. നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും വരുന്ന പ്രശ്നങ്ങൾ നിന്നെ ബാധിക്കത്തില്ല. സ്വോത്രം പറ. ചിലതിനെയല്ല ഇന്ന് ആദ്യം വരച്ച് നീ മാറ്റാൻ പോകുക. പലർക്ക് വരുന്ന രോഗങ്ങൾ, പലർക്ക് വരുന്ന തകർച്ചകൾ നിനക്ക് വരത്തില്ല.
ചിലത് നിനക്ക് വന്നാലും നീ ദഹിക്കത്തില്ല, നീ കത്തത്തില്ല, നീ മുങ്ങത്തില്ല, നീ താഴത്തില്ല. കൈ പിടിച്ച് കർത്താവ് നിന്നെ കയറ്റും. എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നിന്നെ നടത്താൻ അവൻ ശക്തനാണ്. ഭയങ്കര വിടുതലുകളിലേക്ക് ജനമിറങ്ങുന്നു. ചില കൂട്ടത്തിൽ അല്ല നീ, ചില കൂട്ടത്തിൽ അല്ല നീ. ചില തലമുറകൾ തകരുന്ന കണ്ടിട്ട് നീ പറയണം, എന്റെ തലമുറ അങ്ങനെ തകരത്തില്ല. പറഞ്ഞാട്ടെ ആമേൻ. നശിച്ചു പോകുന്ന ചില വ്യക്തികളെ കണ്ടിട്ട് നീ പറയണം, ഞാൻ അതുപോലെ നശിക്കത്തില്ല. മുടിഞ്ഞുപോയ ചിലരെ കണ്ടിട്ട് പറയണം, ഞാൻ അതുപോലെ മുടിയത്തില്ല. വീണുപോയ പലരെ കണ്ടിട്ട് പറയണം, ഞാൻ അതുപോലെ വീഴത്തില്ല. അതൊരിക്കലും കോൺഫിഡൻസ് അല്ല, ഫെയ്ത്ത് ആണ്. കോൺഫിഡൻസ് എപ്പോഴും സ്വയത്തെ ബാധിച്ചാ നിൽക്കുന്നത്. ഫെയ്ത്ത് എപ്പോഴും വചനത്തിലാണ്. ഇന്ന് ചിലതിനേക്ക് നീ ശാസിച്ചോ, നീ അതിൽ അകപ്പെടത്തില്ല, നീ അതിൽ തകരത്തില്ല. പലർക്ക് വന്ന ജോലിയുടെ പ്രോബ്ലം നിനക്ക് വരത്തില്ലെന്ന് ദൈവാത്മാവ് ഒരു ദൂത് പറയുന്നു. പലർ പലയിടത്ത് നിന്ന് പുറത്തു പോയതുപോലെ നീ പുറത്തു പോകത്തില്ലെന്ന് ദൈവം നിന്നോടൊരു ദൂത് പറയുന്നു. കർത്താവ് എന്നോട് പറയുന്നു, ചില ജോലിയിൽ നിന്ന് പിരിച്ചു വിടുമെന്നുള്ള ഭീതിയിൽ നിൽക്കുന്ന ചില വ്യക്തികൾ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇല്ല, നിനക്കത് സംഭവിക്കത്തില്ല. ഇന്ന് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതം നടക്കുന്നു. കൈയടിച്ചൊരാമേൻ പറഞ്ഞു. പലർക്ക് വരുന്നത് നിനക്ക് വരത്തില്ല. പലർക്ക് വരുന്നത് നിനക്ക് വരത്തില്ല. നാമോ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ അല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയും. ബൈബിൾ വായിക്കുമ്പോൾ അവർ ഇവർ എന്നൊക്കെ കാണുന്ന ദൂത് ഏറ്റെടുക്കില്ല. കേട്ടില്ല? അവർ ഇവർ അവരോട് ഇവരോട് ഇങ്ങനെയുള്ള ദൂതൊന്നും എന്ത് ചെയ്യരുത്, ഏറ്റെടുക്കരുത്. എടുക്കേണ്ട ദൂത് മുഴുവൻ നാം, നമുക്ക്, നിങ്ങൾ, നിങ്ങളോട്. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല? ഈ വല്ലവരോടും പറയുന്ന കയറി പിടിക്കരുത്. അന്ന് ഞാൻ അവരോട് പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോ. അവരോട് എന്നാ വെള്ളം പറഞ്ഞോട്ടെ. നിങ്ങൾ കേട്ടില്ല? അവരോട്. എന്നാൽ നിങ്ങളോട് പറയും, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. ബൈബിളുണ്ട്, അവരോട് അങ്ങനെ പറയുന്നു. നിന്നോടോ? നിങ്ങൾ ആമേൻ പറഞ്ഞില്ല? അവരെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, ദൂതന്മാരോട് പറയുന്നു, നിങ്ങളെ നിന്നോടോ? നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, നിന്നെ കൂട്ടുകാരിൽ പരമായി. നിങ്ങൾ ആമേൻ പറയാതിരിക്കുന്നു. ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും, അഭിഷേകം ചെയ്യും. ഇന്ന് ഇതിനകത്തിരിക്കുമ്പോൾ ദൂതേറ്റെടുത്തൊരു ആമേൻ പറഞ്ഞു. ദൈവം നിന്നെ ആ കൂട്ടത്തിലല്ല വെച്ചിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇത് ഈ വചനം അവസാനിക്കുമ്പോൾ എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടൊരു വേർക്കുകളുടെ പെട്ടെന്ന് ഹോളി സ്പിരിറ്റ് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. ഈ 11-ാം അധ്യായം തീർന്നു കഴിയുമ്പോൾ ഒത്തിരി കാര്യം പറഞ്ഞിട്ട് നമുക്ക് കണ്ണു തള്ളിപ്പോവും. ഇതെല്ലാം കണ്ട് കേട്ടിട്ട് നമ്മൾ കണ്ണു തള്ളും. ദൈവം ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നത്, ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കുന്നത്, ദൈവം ആരെയാ ഇസഹാക്കിനെ അനുഗ്രഹിക്കുന്നത്, ദൈവം ജോസഫിനെ അനുഗ്രഹിക്കുന്നത്, ദൈവം മോശയെ ഉപയോഗിക്കുന്നത്. ആമേൻ. ദൈവം ദാവീദ് എന്നോട് അവസാനമൊക്കെ പറഞ്ഞിട്ട് ദാവീദിനെ കുറിച്ചൊന്നും പറയാൻ സമയം പോലും ഇല്ലെന്ന് പറഞ്ഞു. കേട്ടില്ല? ദാവീദിനെ കുറിച്ച് പിന്നെ എന്ത് പറയണ്ടു? ദാവീദിനെ കുറിച്ചൊന്നും പറയാൻ സമയമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ദാവീദിനെ കുറിച്ച് സമയമില്ലെന്ന് പറഞ്ഞിട്ടും അതിനകത്ത് വേശ്യയായ രാഹബിനെ കുറിച്ച് പറഞ്ഞു. കേട്ടില്ല? നമ്മളൊന്നും ഒത്തിരി പ്രാധാന്യം കൊടുക്കാത്ത പലരെ കുറിച്ചും പറഞ്ഞു ദൈവം.
ഹല്ലേലൂയ, സ്തോത്രം. അതിനകത്ത് ശിംശോനെ കുറിച്ചും പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഇതെല്ലാം ഇവരെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ട് അത് തീരുമ്പോൾ പറഞ്ഞൊരു ദൂതുണ്ട്, കയറി പിടിച്ചോണം. സ്തോത്രം. ആ വചനം ഇങ്ങനെ പറഞ്ഞ് നിർത്തുന്നത്, സ്തോത്രം, ആമേൻ, ആ വചനം ഇങ്ങനെ പറയുന്നത്, അത് നിങ്ങൾ ഏറ്റെടുത്തോണം. സ്തോത്രം. അത് അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ട് വാഗ്ദത്ത നിവർത്തി. എല്ലാവരും എൻ്റെ കൂടെ വരണേ, ഞാനിത് മൊത്തം കൊണ്ടുപോകും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ഭാഷ മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ട് വാഗ്ദത്ത നിവർത്തി പറഞ്ഞാട്ടെ പ്രാപിച്ചിട്ടില്ല. എന്നിട്ട് അടുത്ത വാക്ക് പറയാണ്, അവർ കേട്ടില്ല, നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി, കേട്ടില്ല, നമുക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പറഞ്ഞില്ല, നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതിയിരിക്കുന്നു. ഒരാമേൻ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ അബ്രഹാമിനേക്കാൾ, ഇസഹാക്കിനേക്കാൾ, യാക്കോബിനേക്കാൾ, മോശയേക്കാൾ, ഏലിയാവിനേക്കാൾ, എലീശയേക്കാൾ ഏറ്റവും നല്ലത് ദൈവം കരുതിയിരിക്കുന്നത് നമുക്കാണ്. കൈകളെ ഉയർത്തി, ഒരു ജനതയ്ക്കും കൊടുക്കാത്ത, ഒരു പിതാക്കന്മാർക്കും കൊടുക്കാത്ത, ഒരു പ്രവാചകർക്കും കൊടുക്കാത്ത, ഒരു വ്യക്തികൾക്കും കൊടുക്കാത്ത ഒന്നും നമുക്കുണ്ട്. കൈകളെ ഉയർത്തി പറ, ഞാൻ അത് സ്വീകരിക്കുന്നു. നിന്റെ മേൽ വെളിപ്പെടുന്ന ദൈവശക്തി മറ്റൊരു വ്യക്തിയോട് ഈക്വൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന ദൂത് രാമൻ പറഞ്ഞ ഏറ്റെടുത്തേ. നിന്നിൽ പകരുന്ന അഭിഷേകം മറ്റൊന്നുമായി തുലനം ചെയ്യാൻ പറ്റത്തില്ലെന്ന ദൂത്. നിന്നിൽ വെളിപ്പെടുന്ന ഫേവർ മറ്റൊരു വ്യക്തിക്ക് വെളിപ്പെട്ട പോലെ അല്ല എന്നാണ് ദൂത്. ഇതാരുണ്ട് ഇന്ന് പകൽ എടുക്കാൻ? കൈവർത്തി പറ, ഞാനത് സ്വീകരിക്കുന്നു. പറഞ്ഞേ ഏറ്റവും നല്ലത് നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുകയാ. ഞാനിന്നൊരു പ്രവചന ആത്മാവിൽ ഈ ദൂത് ഇവിടെ കൈമാറുന്നു. ആരും കാണാത്ത ചിലത്, ഇതുവരെ വെളിപ്പെടാത്ത ചിലത്, ഇതുവരെ കൊടുക്കാത്ത ചിലത്, ഇതുവരെ മറ്റാരുടെ മേലും ഇറങ്ങാത്ത ചിലത് ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേൽ ദൈവം ഇറക്കി തരാൻ കൊതിക്കുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അത് ഇറങ്ങി വരട്ടെ. ശക്തന്മാർ എഴുന്നേൽക്കട്ടെ. ശക്തന്മാരായ പ്രവാചകന്മാർ, ശക്തന്മാരായ അപ്പോസ്തലന്മാർ, ശക്തന്മാരായ ഇടയന്മാർ, ശക്തന്മാരായ സുവിശേഷകർ, ശക്തന്മാരായ ഉപദേശകന്മാർ, ശക്തന്മാരായ രോഗശാന്തിക്കാർ, ശക്തന്മാരായ വർഷിപ്പ് ലീഡേഴ്സ്, ശക്തന്മാരായ പാട്ട് എഴുതുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഇവിടെ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങി വരട്ടെ. കൈകളെ ഉയർത്തി ആ ഏറ്റവും നല്ലത് സ്വീകരിച്ചാട്ടെ. കൈകളെ ഉയർത്തി ഹല്ലേലൂയ. നല്ലത് നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നു. നല്ലത്. ഒരു മനുഷ്യൻ, ചാൾസ് വിന്നി എന്ന ഒറ്റ മനുഷ്യൻ ഒരു പുരുഷായുസ് കൊണ്ട് 10 ലക്ഷം പേരെ ദൈവത്തിലോട്ട് നയിച്ചു. അതിനെയൊക്കെ ക്രോസ് ഓവർ ചെയ്യുന്ന അന്ത്യകാല ഇവാഞ്ചലിസ്റ്റുമാർ, റിവൈവലിസ്റ്റുകൾ ദൈവത്താൽ എഴുന്നേൽക്കും. വിശ്വസിക്കുന്നവർ രാമയം പറയാൻ പറ്റുമെങ്കിൽ 6000-ഓളം പാട്ടെഴുതിയ ചാൾസ് വിന്നി പോലെയുള്ള ദൈവം, അമേൻ, വെസ്ലി പോലെയുള്ള ദൈവ മനുഷ്യരുണ്ട്. അതിനെക്കാട്ടും പാട്ടെഴുതുന്ന അഭിഷക്തന്മാർ യേശുവിന്റെ നാമത്തിൽ ഈ തലമുറയിൽ എഴുന്നേറ്റ് വരട്ടെ. നിങ്ങൾ ആമേൻ പറയാതിരിക്കുന്നു. സ്തോത്രം പറഞ്ഞ് സ്വീകരിച്ചോ. കാരണം ഏറ്റവും ശക്തിയോടെ പിശാച് ഇടപെടുന്ന കാലമാണ് അന്ത്യകാലം. അവിടെ ദൈവം ഏറ്റവും നല്ലതിനെ ദൈവം ഇറക്കും. വിശ്വസിച്ചാവേ. ആമേൻ. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ പറയാം, ചില ഗുഡ് ബോർഡുകളിലൊക്കെ തുറുപ്പ് ചീട്ട് പോലെ ചിലർ ഇറക്കും. ആമേൻ. അവരാദ്യം ഇറക്കി അണച്ച് കൊളമാക്കി ഒന്നും നിർത്തത്തില്ല. അവരെ ഇങ്ങനെ കത്തിച്ച് നിർത്തിച്ചേക്കും.
ലാസ്റ്റ് ടൈമിൽ, അതിൻ്റെ കറക്റ്റ് ടൈമിൽ അതിനെ ഇറക്കും. ലോകം അത് ചെയ്യും. അങ്ങനെയാണ് ദൈവം അത് ചെയ്യാതിരിക്കുവോ? കൈകളെ ഉയർത്തി രാമേൻ പറഞ്ഞേ. പരദേശി മോശയാത്ര എന്ന പുസ്തകം അതിൻ്റെ ഒടുവിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനൊരു കാഴ്ച പറയുന്നുണ്ട്. ദൈവം അയച്ച തീയെ കെടുത്താൻ വേണ്ടി ഒരു സൈഡിൽ നിന്നുകൊണ്ട് പിശാചിന്റെ ദൂതന്മാർ ആമേൻ ആമേൻ ഓമേൻ കുടത്തിൽ വെള്ളമൊഴിക്കുമ്പോൾ, സ്തോത്രം ആമേൻ, ഇവൻ ഇത് കണ്ട് പേടിക്കുക. ഒരു കുടത്തിൽ വെള്ളമൊഴിക്കുമ്പോൾ, സ്തോത്രം, ഇവൻ പേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാർ അവനോട് പറഞ്ഞു, നീ ഈ സൈഡ് മാത്രം കാണാതെ മറ്റു സൈഡിലോട്ട് വന്ന് നോക്ക്. അവൻ അടുത്ത സൈഡിൽ വന്ന് നോക്കുമ്പോൾ കാണുന്നത്, കെടുത്താൻ ഒരു കുടം വെള്ളമൊഴിക്കുമ്പോൾ അതിനെ കത്തിക്കാൻ 100 കണക്കിന് എണ്ണ പകരുന്ന ദൂതന്മാരെ ദൈവം നിർത്തിയിരിക്കുകയാണ്. വിശ്വസിച്ചോ? പിശാചേ, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ദൈവസഭയെ, ദൈവരാജ്യത്തെ തകർക്കാൻ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൈകളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. അടുത്ത ആയുധങ്ങൾ എഴുന്നേൽക്കാൻ പോകുകയാണ്. അത് ഫോർട്ട് കൊച്ചി ചർച്ചിൽ നിന്ന് എഴുന്നേൽക്കട്ടെ, അത് ഈ സഭയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. സഹോദരിമാരിൽ നിന്ന് എഴുന്നേൽക്കട്ടെ, യുവാക്കളിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുന്നു, നീ എഴുന്നേൽക്കുക, ശക്തിയോടെ എഴുന്നേൽക്കുക, അഭിഷേകത്തോടെ എഴുന്നേൽക്കുക, അധികാരത്തോടെ എഴുന്നേൽക്കുക. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ പൈശാചിക തന്ത്രങ്ങളെ ഉടച്ചു കളയുന്ന, തകർത്ത് കളയുന്ന ദൈവത്തിന്റെ ആയുധങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഫോർട്ട് കൊച്ചി സഭയിൽ നിന്ന്, ഇന്ന് ഈ വചനം കേൾക്കുന്നവരിൽ നിന്ന് യേശുവിൻ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ഞാൻ ഇന്നിവിടെ ശുശ്രൂഷിക്കുന്നത് ലാഭേച്ഛ വെച്ചോണ്ടല്ല കേട്ടോ. ഞാൻ പരിശുദ്ധാത്മാ നിയോഗത്തിൽ എത്ര ആരോഗ്യത്തുണ്ടോ അത്ര ആത്മാർത്ഥതയോടെ ഞാൻ ശുശ്രൂഷിക്കുന്നത്. ഓ സ്തോത്രം. ഒന്നും നോക്കിയല്ല, പരിശുദ്ധാത്മാവിൽ ഒരു എഴുന്നേൽപ്പുണ്ടാകട്ടെ, പരിശുദ്ധാത്മാവിൽ ഒരു എഴുന്നേൽപ്പുണ്ടാകട്ടെ, പരിശുദ്ധാത്മാവിൽ ഒരു എഴുന്നേൽപ്പുണ്ടാകട്ടെ, പരിശുദ്ധാത്മാവിൽ ഒരു എഴുന്നേൽപ്പുണ്ടാകട്ടെ. ചർച്ചിൽ എഴുന്നേൽക്കട്ടെ, ചർച്ചിൽ എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ കർത്താവേ. അടുത്ത റിവൈവലിസ്റ്റുകൾ ഇവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ, അടുത്ത പ്രൊഫസികൾ ഇവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ, അടുത്ത ഡെലിവറൻസ് ശുശ്രൂഷകന്മാർ ഇവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ കർത്താവേ, എഴുന്നേൽക്കട്ടെ കർത്താവേ, എഴുന്നേൽക്കട്ടെ കർത്താവേ. ഈ സഭയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ അവൻ പ്രവചിക്കുന്നു, പ്രവചിക്കുന്നു, പ്രവചിക്കുന്നു. എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ. കരകളെ അടിച്ച്, കരകളെ അടിച്ച്. ഇത് ഒരു ചെറിയ തുടക്കമല്ല, ഇതൊരു ചെറിയ ആരംഭമല്ല. എഴുന്നേൽക്കുന്ന സമയം, എഴുന്നേൽക്കുന്ന സമയം. എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കൈകളെ തട്ടി ദൈവത്തെ സ്തുതിച്ചോ. സഹോദരിമാർ എഴുന്നേൽക്കട്ടെ, സഹോദരിമാർ എഴുന്നേൽക്കട്ടെ, സഹോദരിമാർ എഴുന്നേൽക്കട്ടെ. മ്യൂസിഷ്യന്മാർ എഴുന്നേൽക്കട്ടെ. അതല ജാലകടകസ്യ യൗവനക്കാർ എഴുന്നേൽക്കട്ടെ. വർഷിപ്പ് ലീഡേഴ്സ് എഴുന്നേൽക്കട്ടെ. ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കട്ടെ. കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കട്ടെ. ഓ റിഗാലഗസ്യ അന്ധകാര മണ്ഡലങ്ങളെ ഉടച്ച് തകർക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കട്ടെ. അന്ധകാര മണ്ഡലങ്ങളെ തകർത്ത് ഉടയ്ക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ, 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 എഴുന്നേൽക്കട്ടെ. എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ. പ്രവാചകർ എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ.